ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ അങ്ങയുടെ ദാസനെ വിളിക്കുകയും അങ്ങയുടെ വലതു ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ കുറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാഥശിവനെ മഹിമയോട് ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഭയാനകമായ വിധി ദിവസത്തിൽ എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ ഇസ്രയേൽ നിറഞ്ഞവരെ, തലശ്ശേരി അതിരൂപതയുടെ പ്രിയങ്കരനായ വികാരി ജനറൽ മോൺസിഞ്ഞോർ മാത്യു വെള്ളത്തുരുത്തി പടവലസിന്റെ പ്രിയപ്പെട്ട വന്യപിതാവ് ശുശ്രൂഷകൾക്ക്, ഭവനത്തിലുള്ള ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വികാരി ജനറൽ മാത്യു വെള്ളത്തുരുത്തി പടവലസിനായിരിക്കും. അതുപോലെ തന്നെ ഈ ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷകളുടെ സന്ദേശം നൽകുന്നത് തലശ്ശേരി അതിരൂപതയുടെ വികാരി ജനറൽ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പൊതുപ്രവർത്തന രംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവർ, അതുപോലെ ജനപ്രതിനിധികൾ, മറ്റ് പ്രിയപ്പെട്ടവർ ഈ ഭവനത്തിൽ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ ഈ തിരുക്കർമ്മങ്ങൾ നമുക്ക് പങ്കെടുക്കാം. മാട്ര ഇടവകയെ സംബന്ധിച്ച് ഇടവകയുടെ ആത്മീയ ഭൗതിക മണ്ഡലങ്ങളിൽ വളരെ സജീവമായ ഒരു ആദ്യകാല പിതാവ് എന്ന നിലയിൽ സ്നേഹത്തിന് ശുശ്രൂഷകൾ നിർവഹിക്കുകയും പ്രിയപ്പെട്ട മക്കളിലൂടെ ആ വലിയ ശുശ്രൂഷ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ത്തോടെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ നമുക്ക് ആശ്വസിപ്പിക്കാം. തലശ്ശേരി അതിരൂപതയുടെ പ്രിയ ബഹുമാനപ്പെട്ട വികാരി ജനറൽമാരെല്ലാവരും, മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ പാലാക്കുഴി അച്ഛനടക്കമുള്ള എല്ലാ ബഹുമാനപ്പെട്ട വൈദികരും എല്ലാവരും, എല്ലാ പ്രിയപ്പെട്ടവരും നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട പേരാവൂർ MLA ബഹുമാനപ്പെട്ട സണ്ണി ജോസഫ് സാറ് അതിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ സംസാരിക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട്. ഗിരിപാപ്പൻ്റെ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, എന്നെ ദീർഘിച്ചൊന്നും പറയുന്നില്ല. ഗിരിപാപ്പൻ ഈ കുടുംബത്തിൻ്റെ ഏറെ പ്രിയങ്കരനായിരുന്നു. മലബാറിലെ കുടിയേറ്റ കർഷകർക്ക് ശക്തമായ നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു. നാടിൻ്റെ വികസനത്തിന് വേണ്ടി വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ, സഹകരണാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇവിടുത്തെ വിശ്വാസ സമൂഹവുമായി, മാട്രയിലെ പള്ളി കൂട്ടായ്മയുമായിട്ട് ബന്ധപ്പെട്ടും ഏറെ ശക്തമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ചെറുപ്പം മുതൽ മാട്രയിൽ വരുമ്പോൾ ഓർമ്മിക്കുന്ന, എപ്പോഴും മറക്കാത്തൊരു പേരാണ് ഗിരിപാപ്പൻ എന്ന പേര്. അതിർത്തിപ്പടവിൽ എന്ന വീട്ടുപേരിന് സ്വല്പം ദൈർഘ്യമുണ്ടെങ്കിൽ ഗിരിപാപ്പനെ ആ വീട്ടുപേരിന് അപ്പുറത്ത് മാട്രയിലെ ഒരു പൊതുസ്വീകാര്യതയുടെ അടയാളമായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. അദ്ദേഹം 97 വയസ്സുവരെ നന്മയിൽ ജീവിച്ചു, വിശ്വാസത്തിൽ ജീവിച്ചു, പ്രാർത്ഥനയിൽ ജീവിച്ചു. മക്കളെ ഏറെ നന്മയിൽ വളർത്തി. നമ്മളുടെ വികാരി ജനറൽ മോൺസിഞ്ഞോർ മാത്യുവച്ചൻ ഉൾപ്പെടെ, അതുപോലെ തന്നെ ദിവസമാണെങ്കിലും ചാപ്പച്ചനാണെങ്കിലും മക്കളെല്ലാവരും നാടിൻ്റെ പൊതുരംഗത്തെല്ലാം സജീവമായിട്ടുണ്ട്. ഞങ്ങളുടെ സഹപ്രവർത്തകനാണ് ചാപ്പച്ചൻ. എല്ലാവരുടെയും വേദനയിൽ ഞാൻ പങ്കുചേരുകയാണ്. ഇന്നലെ മുതലേ എന്നോട് ആളുകൾ പറഞ്ഞു, ഇവിടെ തലശ്ശേരി അതിരൂപതയിലും പുറത്തുനിന്നുള്ള വൈദികരുടെയും സിസ്റ്റർമാരുടെയും എല്ലാം വലിയ ഒരു സാന്നിധ്യമാണ്. അത് മാത്യുവച്ചനോടുള്ള സ്നേഹ ബഹുമാന ആദരവിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ്. ഗിരിപാപ്പൻ്റെ നന്മകൾക്ക് മുൻപിൽ ഞാൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു. ഈ കുടുംബത്തിൻ്റെ ബന്ധുമിത്രാദികളുടെ എല്ലാവരുടെയും ദുഃഖത്തിൽ അനുശോചനം അറിയിക്കുന്നു. ദുഃഖിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ ദയാപൂർവം അവിടുന്ന് ആശീർവദിക്കണമേ. ഈ ജനത്താൽ തന്നെ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.
സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദ്രത്തിരികെ ദയാപൂർവം ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ രാജ്യം വേണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അധികാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഇതുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയ ത്രിത്വത്തെ നിഗൂഢ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവ്, ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അതിൽ നിന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവനെ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസം എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ അടുപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരവുമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം പോലെ കടന്നു പോകുന്നു. മനുഷ്യന് നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവർ അറിയുന്നില്ല. കർത്താവേ, നീ അല്ലാതെ ആരെനിക്ക് ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർത്തുകയും ചെയ്ത കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. അവരെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, പഠനം മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസന വരമെന്നരുളേണം. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും.
സ്തുതി. നൃപനാമിശിഹാകർത്താവേ വാഴ്ത്തിപ്പാടി നമിക്കും നീ. വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റുവെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിലും അവനോടുകൂടെ മരിച്ചവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ അടുക്കപ്പെടും. നാം ഇന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാണ് നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാമം പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്നും അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്ത സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകാനുള്ള അധികാരം അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന് ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. പ്രിയപ്പെട്ട മുസ്ലിം സമാജത്തിൽ താലാക്കുറിച്ച ബഹുമാന്യരായ ഭരണപള്ളി വികാരിമാരെ, സ്നേഹമുള്ള വൈദികരെ, സെന്റ് ജോസഫ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ, പ്രിയ സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയ കുട്ടികളെ, നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ടവനായിരുന്ന ഫിലിപ്പാപ്പൻ നമ്മളോട് വേർപിരിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, വേർപാട് എപ്പോഴും വേദനാജനകമാണ്, ദുഃഖകരമാണ്. നമ്മളേറെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മളെ വിട്ടുപിരിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഏറെ ദുഃഖവും വേദനയും ഉണ്ടാകും. ഫിലിപ്പാപ്പനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബഹുമാനപ്പെട്ട സെന്റ് ജോസഫ് സാർ സൂചിപ്പിച്ചതുപോലെ ഈ മാട്ര ഇടവകയുടെ മാട്ര പ്രദേശത്തിൻ്റെ ഒരു വെളിച്ചമായിരുന്നു എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ആദ്യകാല കുടിയേറ്റക്കാരെന്ന നിലയിൽ ഈ പ്രദേശത്തെ ആത്മീയ ഭൗതിക വികസനത്തിന് വേണ്ടി അത്യധ്വാനം ചെയ്ത ഫിലിപ്പാപ്പനെ ഈ മാട്ര പ്രദേശത്തെ മാത്രമല്ല ഈ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും ഏറെ പ്രിയങ്കരനായിരുന്നു, ഏറെ ഇഷ്ടമുള്ള വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ദൈവം ദീർഘായുസ് നൽകി 97 വയസ്സ് വരെ ജീവിക്കാനുള്ള വലിയ കൃപ കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു. ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് ഏറിയാൽ 70 അല്ലെങ്കിൽ 80 വർഷമാണ്. അതിൽ കൂടുതൽ ലഭിക്കുന്ന ആളുകൾ ദൈവത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം, പ്രത്യേകമായ കൃപ ലഭിക്കുന്നവരാണ്. അവരുടെ ജീവിത കാലഘട്ടത്തിൽ അവർ ഏറെ നന്മ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ദൈവം ദീർഘായുസ് നൽകി അവരെ അനുഗ്രഹിക്കുക. ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ നാടിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും നമുക്കറിയാം, 5 മക്കൾക്ക് ജന്മം നൽകി, 3 ആൺമക്കളും 2 പെൺമക്കളും. അവരെയെല്ലാം നല്ല രീതിയിൽ വിശ്വാസത്തിൽ വളർത്തി അവർക്ക് നല്ല
സന്മാർഗ ജീവിതത്തെക്കുറിച്ചുള്ള ബോധം കൊടുത്തു, അവരെ നന്നായിട്ട് പഠിപ്പിച്ചു. അവർക്കെല്ലാം നല്ല രീതിയിൽ ഇന്ന് നമ്മുടെ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കാനും നന്മ ചെയ്യുവാനുമുള്ള വലിയ മാതൃക നൽകിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ഒക്കെ നല്ല മാതൃകളാണ്. അതിൽ ഫിലിപ്പാപ്പന് വലിയ പങ്കുണ്ട് നമുക്കറിയാം. തലശ്ശേരി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട മാത്യു അച്ഛനിലൂടെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളിലൂടെയൊക്കെ ഒരുപാട് നന്മ നമ്മുടെ ഈ സമൂഹം സ്വീകരിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഞങ്ങളേറെ അഭിമാനത്തോടു കൂടി സന്തോഷത്തോടു കൂടിയാണ് ബഹുമാനപ്പെട്ട മാത്യു അച്ഛനെ കാണുന്നത്. തലശ്ശേരി അതിരൂപതയ്ക്ക് വൈദിക സമൂഹത്തിന് മാത്രമല്ല ദൈവജനത്തിനും ഏറെ പ്രിയങ്കരനും ബഹുമാനിതമാണ് മാത്യു അച്ഛൻ. അച്ഛൻ്റെ പിതാവ് സ്വർഗത്തിലേക്ക് യാത്രയാകുമ്പോൾ ബഹുമാനപ്പെട്ട മാത്യു അച്ഛനും കുടുംബാംഗങ്ങൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വൈദികരുടെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ജനങ്ങളുടെയും പേരിലുള്ള ആദരാഞ്ജലികൾ അനുശോചനം ഞാൻ അറിയിക്കുകയാണ്. നമുക്കറിയാം, ദൈവം പ്രത്യേകമായ വിധത്തിൽ ഓരോരുത്തരെയും സ്വർഗത്തിലേക്ക് വിളിക്കുകയാണ് മരണത്തിലൂടെ. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ നമ്മൾ അന്ത്യവിധിയെക്കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന ഭാഗം ഇപ്രകാരമാണ്: ഓരോ മനുഷ്യൻ്റെയും അന്ത്യവിധി നിർണ്ണയിക്കപ്പെടുന്നത് അവൻ സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെടുന്നത് അവൻ്റെ പ്രവൃത്തികളിലൂടെയാണ്. നമ്മൾ ജീവിതകാലത്ത് സത്പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം എന്ന നിലയിൽ അവന് ദൈവം സ്വർഗത്തിലേക്ക് സ്വീകരിക്കും. തിന്മകളാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷയുണ്ടാകും. അതാണല്ലോ മത്തായിയുടെ സുവിശേഷത്തിലെ അന്ത്യവിധിയുടെ മാനദണ്ഡമായി നമ്മൾ വായിച്ച് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ പാടുന്ന ഒരു പാട്ടുണ്ട്: മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ, കൂടെ പോരുന്നതും ജീവിത ചെയ്തികളും. നമ്മളെപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം അതാണ്. മരണം അപ്രതീക്ഷിതമായി കടന്നു വരാം. പക്ഷേ ആ കടന്നു വരുന്ന മരണത്തെ നമ്മൾ സ്വീകരിക്കുവാൻ ഒരുങ്ങേണ്ടത് നമ്മുടെ സൽകൃത്യങ്ങളിലൂടെയാണ്. നന്മ ചെയ്യുന്നവർക്ക് മരണത്തെ പേടിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. ഞാൻ വിചാരിക്കുകയാണ്, ഫിലിപ്പാപ്പനെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷത്തോടു കൂടിയാണ് തീർച്ചയായിട്ടും 97 വയസ്സ് വരെ ജീവിച്ച് ഈ ജീവിതത്തിൻ്റെ മറ്റൊരു അസ്തിത്വത്തിലേക്ക് കടന്നു പോകുന്നത്. കാരണം സൽകൃത്യങ്ങൾ ചെയ്തൊരു ജീവിതം, നന്മ ചെയ്തൊരു ജീവിതം കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല ഈ പ്രദേശത്തെ ജനങ്ങൾക്കുമൊക്കെ നമ്മുടെ ഇടവക സമൂഹത്തിനുമൊക്കെ ഏറെ നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയ ഒരു വ്യക്തിത്വമായിരുന്നു ഫിലിപ്പാപ്പൻ. അതുകൊണ്ട് കുടുംബാംഗങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒട്ടും ദുഃഖിക്കേണ്ടതില്ല. നമ്മൾ ഇവിടെ ലേഖന ഭാഗത്ത് വായിച്ച് കേട്ടതുപോലെ മരിച്ചവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്തവരെ ദുഃഖിക്കരുത് ഞാൻ പറയുന്നു. പൗലോസ്ലീഹായുടെ വചനമാണ്. കാരണം ദൈവം ഈശോ മിശിഹാ ആദിജാതനായി ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷ എന്ന് പറയുന്നത് ഈശോ മിശിഹായുടെ ഉദ്ധാനമാണ്. അതുകൊണ്ട് നമ്മൾ ദുഃഖിക്കേണ്ടതില്ല. ചാച്ചനെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷത്തോടു കൂടി സത്പ്രവൃത്തികൾ ചെയ്ത് പ്രദേശത്തെ ജീവജനത്തിന് മുഴുവനും ഇടവക സമൂഹത്തിനുമൊക്കെ ഏറെ നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകുമ്പോൾ സൽകൃത്യങ്ങൾ ചെയ്ത് ജീവിതത്തിൽ നന്മ ചെയ്ത് മറ്റുള്ളവർക്ക് നല്ല മാതൃക കൊടുത്തു പോയ ഒരു വലിയ അപ്പച്ചനാണ്. അതുകൊണ്ട് തന്നെ ദൈവം അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞു നമുക്ക് വിശ്വസിക്കാം. ഈ അവസരത്തിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അഭിനന്ദ ഞങ്ങളുടെ പിതാവ് പള്ളിയിൽ തീർച്ചയായിട്ടും സന്ദേശം നൽകുന്നുണ്ട്. എങ്കിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ എല്ലാവിധ അനുശോചനവും അറിയിക്കുകയാണ്. അപ്പച്ചൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അഭിനന്ദ പിതാക്കന്മാരുടെ പേരിൽ പ്രത്യേകിച്ച് പാമ്പാൻ പിതാവ് എറണാകുളത്തായ പിതാവിന് വരാൻ സാധിച്ചിട്ടില്ല. ഒരു പിതാവിടെ സ്ഥലത്തില്ല. അഭിനന്ദ പിതാക്കന്മാരുടെ പേരിലും അതിരൂപതയിലെ പ്രത്യേകിച്ച് ഞങ്ങളുടെ തലശ്ശേരി അതിരൂപത ബിഷപ്പ് സെബാസ്റ്റ്യനും പാസ്റ്റർ സെൻ്ററിലുള്ള എല്ലാ വൈദികരുടെയും പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വൈദികരുടെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളെയും എല്ലാവരുടെയും പേരിലുള്ള അനുശോചനം ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുകയാണ്. വലിയ അപ്പച്ചൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആത്മാവിനോട് കടന്നു എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതിലുമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവിധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായി മഹത്വത്തിന്റെ പ്രവയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിന്റെ മരത്തിൽ സ്വയം കടന്നീർ ചിന്തി മിശിഹായി കരയുന്നവരുടെ കടന്നീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായി നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങൾക്കാവുമായ വിശ്വസിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാണ് പ്രസന്നായി കന്യകാമറിയത്തിൽ നടന്ന പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് വിശുദ്ധടക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളിമടങ്ങി മച്ചുടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു ഹൃദയിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ മനുഭാതിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മറ്റുവരെയും വിധിക്കുവാൻ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. സഭയിലും പുണ്യവാന്മാരുടെ കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ദയാദിക്കും ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വര. കർത്താവേ, നീ ആകാശത്തിനും ഭൂമിയിലും സ്തുത്യർഹനാവുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാവുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. മരണം വരുമൊരു നാളോർക്കുക മത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. വ്യാകുലമാനസനായി എന്തിനു നീറുന്നു തിരമാലകളാ തിങ്ങി മറി ഇളകും കടൽ പോലെ. ഭീകരമരണത്തിൻ കാലടികൾ പോഞ്ഞ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തനായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനത്തിലേക്ക് ദൈവം അപ്പത്തിനെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സ്നേഹം നിറഞ്ഞവരെ, ഈ ഗാനാലാപനത്തിന്റെ സമയത്ത് കുടുംബാംഗങ്ങൾ അന്ത്യചുംബനം നൽകുന്ന സമയമാണ്. അതുപോലെ തന്നെ അജയപാദമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിത ജനമേ, യാത്രയിതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും.
പ്രിയജനമേ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഭവനത്തിൽ നിന്ന് ദേവാലയത്തിലേക്കുള്ള പ്രദക്ഷിണത്തിൽ പങ്കുചേരാനായി ഇറങ്ങാം. ഭവനങ്ങളിൽ നിന്ന് ഇറങ്ങാം. ഏറ്റവും മുന്നിലായി ഗാനാലാപനം നടത്തുന്ന വണ്ടി ഏറ്റവും ഫ്രണ്ടിലായിട്ട് പോകുന്നു. ബാക്കി അതിന് പിറകിലായി കുരിശുകളും മറ്റും എടുത്തുകൊണ്ട് മറ്റ് പ്രിയപ്പെട്ടവർ 2 ലൈനുകളായി നടക്കുന്ന ഭവനത്തിലേക്ക്. അനുകൂലമായ കാലാവസ്ഥ നിൽക്കുന്ന ഒരു സമയമാണ്. നമുക്ക് ദേവാലയത്തിലേക്കുള്ള പ്രദർശനങ്ങൾ ഏർപ്പെടാം. അന്ത്യചുംബനം നടത്തുന്ന പ്രിയപ്പെട്ടവർ എത്രയും പെട്ടെന്ന് ഒരു വശത്തോടെ കടന്നു വന്ന് ആ കാര്യങ്ങളിൽ ഏർപ്പെടാനായി പ്രത്യേകമായ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു.
ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇത് ശ്രവിക്കുന്നു. ഉപവാസത്താൽ വന്നടിയായും കൂട്ടരുമെന്ന നടന്നു. ഉപവാസത്താൽ ധാന്യമെന്ന സിംഹഗണത്തിൻ വാകൾ പൂട്ടി. ഉപവാസത്താൽ നിശികാനാഥൻ നരകപിശാചൻ അവജയമേറ്റി. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചിന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരുകി. Incoming call from Los Angeles identified by Truecaller. കേട്ടു നടുങ്ങി മനമിളകി പേറി വളർന്ന സരമിടറി ഇരുന്നേത്തോകിയുണർത്തിച്ചു ഞാനൊരു നിമിഷമരുള്ളട്ടു. പ്രാർത്ഥന കേട്ടില്ല, സമയം കൊല്ലം തന്നില്ല. ഹൃദയുടെ പിടയിലമർന്നു ഞാൻ, നാഥാ നീ താനവലംബം. പ്രാർത്ഥന കേട്ടില്ല, സമയം കൊല്ലം തന്നില്ല. ഹൃദയുടെ പിടയിലമർന്നു ഞാൻ, നാഥാ നീ താനവലംബം.
മനമിളകി പേടി വളർന്നൻ സ്വയമിടറി വിളിനെ തൂകിയുണർത്തിച്ചു കുടുംബത്തിലെ കർമ്മങ്ങൾക്കിടയിൽ നമ്മളെ സംസാരിച്ചതാണ്. അനുസ്മരണം നടത്താൻ കഴിയുന്നു. സങ്കീർത്തനം 114 സങ്കീർത്തനത്തിലെ 15 വചനം നമുക്ക് ഏവർക്കും സുപരിചിതമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അവിടെ പറയുകയാണ്, തന്റെ വിശുദ്ധരുടെ മരണം ദൈവത്തിന് അമൂല്യമാണ്, അല്ലെങ്കിൽ നീതിമാന്മാരുടെ മരണം ദൈവത്തിന് അമൂല്യമാണ്. അതുപോലെ ചില വ്യത്യാസങ്ങളോട് പറയാം. നമ്മുടെ ഉദാഹരണത്തിലിരിക്കുന്ന തിരുപ്പാപ്പിനെ പറ്റി ആളുകളെ തിരുപ്പാപ്പിനെ വിളിച്ചത് തിരുപ്പാപ്പൻ എന്നാണ്. ആ വാക്ക് തിരുപ്പാപ്പൻ ഭാഗ്യവാനായ ഒരു മനുഷ്യനാണ്. ദൈവത്തിന്റെ അനുഗ്രഹം ധാരാളമായി ലഭിച്ച വ്യക്തിയാണ്. തിരുവനന്തപുരമുണ്ടല്ലോ, നീ നല്ല കാലത്തോളം ഭൂമിയിലിരിക്കാനായി അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ദൈവത്തെ അയച്ചു നൽകി ദൈവം തിരുപ്പാപ്പനെ അനുഗ്രഹിച്ചു. 97 വയസ്സ്, വളരെ നല്ലൊരു വയസ്സാണ്. നമ്മുടെ തിരുക്കർമ്മങ്ങളുടെ ഇടയിൽ നമ്മൾ പൗലോസ്ലീഹായുടെ തിമോത്തിയുടെ 2-ാം ലേഖനത്തിലെ 4-ാം അധ്യായത്തിലെ 7-ാമത്തെ വചനം ഓർക്കുന്നുണ്ട്. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ചു, ഞാൻ നന്നായി പൊരുതി. അതുകൊണ്ട് നീതിയുടെ ന്യായാധിപനായ കർത്താവ് നീതിയുടെ കിരീടം എനിക്ക് തരും എന്ന് നമ്മുടെ സംസ്കാര കർമ്മങ്ങളുടെ മധ്യത്തിൽ നമ്മൾ ശ്രമിക്കുന്ന തിരുവചനമാണ്. തിരുപ്പാപ്പൻ ഇതുപോലെ തന്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു, നന്നായി പൊരുതി, തന്റെ ജീവിതകാലം മുഴുവൻ കുടുംബത്തിനും മനുഷ്യർക്കും സമൂഹത്തിനൊക്കെ വേണ്ടി ചെലവഴിച്ച വ്യക്തിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും. പ്രത്യേകിച്ച് നമ്മുടെ കുടിയേറ്റത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ പ്രദേശത്തെ കടന്നു വന്ന് അന്നത്തെ കുടിയേറ്റത്തിന്റെ സകലവിധ പ്രയാസങ്ങൾ പ്രതിബന്ധങ്ങളും ഒക്കെ അതിജീവിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ ജീവിച്ച് ഈ പ്രദേശത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത വ്യക്തികളുടെ ഒരാളാണ് തിരുപ്പാപ്പൻ എന്ന് പറയുന്നത്. സന്തോഷമേ ഉള്ളൂ. നല്ലൊരു കുടുംബനാഥനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു പോയവർക്കറിയാം. 5 മക്കൾക്ക് ജന്മം നൽകി ആ മക്കളെയൊക്കെ വളർത്തി നല്ല നിലയിലാക്കുകയും ഇന്ന് അവർക്ക് ജീവിതത്തിന്റെ ഓരോ നിലയിൽ എത്തിപ്പെടുകയും ചെയ്യും. ഒരു നല്ല കുടുംബനാഥൻ വിശ്വാസമുള്ള വ്യക്തിയായിരുന്നു എന്നുള്ളതിന്റെ വലിയ തെളിവായിട്ട് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇടയിൽ, നമ്മുടെ വൈദികർക്കിടയിലായാലും സമർപ്പിത സമൂഹത്തിനിടയിലും ആളുകളുടെ ഇടയിലും അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൈദികർ ആരാണെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയപ്പെടുന്ന ലിസ്റ്റിൽ ഒരാൾ തയ്ച്ചായിരിക്കുമെന്ന് ഉറപ്പാണ്. പലപ്പോഴും അനുഭവം തന്നെയാണ്. കാരണം തയ്ച്ച എല്ലാ രംഗത്തും നിലനിൽക്കുന്ന വ്യക്തിയാണ്. നമ്മുടെ
കാസർഗോഡ് ഭാഗത്തെ വികാരൻ എന്ന നിലയിൽ മുഴുവനുള്ള ഉത്തരവാദിത്വം പിതാവിനൊപ്പം വഹിക്കുന്ന വ്യക്തി, ആർക്കും സമീപിക്കാവുന്ന ഒരു വ്യക്തിത്വം, സെമിനാരിലെ നല്ലൊരു സ്പിരിച്വൽ ഫാദർ. അച്ഛൻ എവിടെയൊക്കെ ഇടവുകൾ ഉണ്ടായിരുന്നു അവിടെയൊക്കെ നല്ല വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടതൊക്കെ നമ്മൾ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ അപ്രകാരമുള്ള ഒരു വൈദികനെ ജന്മം നൽകി രൂപപ്പെടുത്തി കൊണ്ടുവന്നതിൽ പിതാവിന്റെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ട യഥാർത്ഥത്തിലാണ് അദ്ദേഹം നല്ലൊരു കുടുംബനാഥൻ എന്ന് പറയുന്നത്. മാർപ്പാപ്പയാണ് ഒരിക്കൽ പറഞ്ഞ വചനം, കുടുംബ ജീവിതത്തിന്റെ പുഷ്പിക്കലാണ് സമൂഹ ജീവിതത്തിലേക്ക് വിളികൾ പറയുന്നത്. നല്ല കുടുംബങ്ങളിൽ നിന്നാണ് സാധാരണ നിലയിൽ സമർപ്പണ ജീവിതത്തിലേക്കുള്ള വിളികൾ ഉണ്ടാകുന്നത്. അപവാദങ്ങൾ പാടില്ലായി. ഒപ്പം നമുക്കറിയാം തന്റെ ചെറുപ്പകാലങ്ങളിൽ യുദ്ധത്തിന്റെ കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു എങ്കിലും തന്റെ സമയവും തന്റെ നന്മയ്ക്ക് വേണ്ടി വികസനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ കഴിയുമെന്നുള്ള പ്രത്യേകം നമ്മൾ ഓർക്കാവുന്ന കാര്യമാണ്. സഭാത്മകമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ ഇടവയുടെ ജന്മം തുടങ്ങി ആ നാളുകൾ പ്രത്യേകിച്ച് ദേവാലയ നിർമ്മാണ കാലഘട്ടങ്ങളിൽ പലപ്പോഴായിട്ട് ഇടവയുടെ കൈക്കാരനായി സേവ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഇടവയിലേക്ക് വരുന്ന വൈദികരോടെല്ലാം സഹകരിച്ച് അവരോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന ശൈലിയായിരുന്നു ഫിലിപ്പാവിന്റെ കേൾക്കാറുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അത് തന്റെ വിശ്വാസത്തിന്റെ ഒരു ഭാഗ്യം പ്രകടമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ഇടവകയെ സ്നേഹിക്കുക, ഇടവകയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക, വൈദികരോട് സഹകരിച്ചു പോവുക, വരുന്ന ഉപകാരങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, കൈക്കാരൊക്കെയും. അപ്പൊ അതൊക്കെ തന്റെ അവിടെയെല്ലാം തന്റെ സമയം, തന്റെ ആരോഗ്യം, പുരുഷ തന്റെ സമ്പത്ത്, ഇതൊക്കെ ഇടവകയ്ക്ക് വേണ്ടി വ്യയം ചെയ്തിട്ടുണ്ടാകുന്നത് ഒരു സംശയമില്ല കാര്യത്തിൽ. തന്റെ ആത്മീയ ജീവിതത്തിലേക്ക് വരുമ്പോഴും വളരെയേറെ ചെടിയോടും ക്രമത്തോടും കൂടി ജീവിച്ച ഒരു വ്യക്തിയായിട്ടാണ് ഫിലിപ്പാവിനെ അറിയപ്പെട്ടത്. പ്രത്യേകിച്ച് മുതലെടുത്തൊക്കെ പെരുമാറി പ്രായം മുതൽ കാലഘട്ടം മുതൽ ഈശോയോട് കൂടുതൽ അടുത്ത് ഇടപെട്ട് പ്രാർത്ഥന ചെയ്തൊക്കെ വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയ വ്യക്തിത്വമായിട്ടാണ് പൊതുവെ മനസ്സിലാക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് അവസാന നാളുകളൊക്കെ ആയപ്പോൾ രോഗങ്ങൾ പിടിപെടുകയും ആരോഗ്യത്തിന് ക്ഷയം വരികയും ചെയ്തപ്പോഴും പ്രാർത്ഥന ജീവിതത്തിൽ വലിയ താല്പര്യമെടുത്തു. ഞാൻ ഓർക്കുന്നുണ്ട്, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സൈക്കിളിന്റെ കൂടെ അച്ഛനെ കാണാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പോഴും ദൈവം ചെയ്ത വലിയ കാര്യങ്ങളെ പറ്റി എത്രയും വേഗം ദൈവത്തിന്റെ മക്കളിലേക്ക് പോകണം എന്ന ആ ഒരു ചിന്തയാണ് മനസ്സിൽ സൂക്ഷിക്കുന്നത്. പ്രയാസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വീഴ്ചയൊക്കെ ഉണ്ടായതിനു ശേഷം സ്വല്പം ബുദ്ധിമുട്ട് കൂടുതൽ ഉണ്ടാകുകയും അതെല്ലാം സഹനഭാവത്തോട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. ഈ അർത്ഥത്തിലെല്ലാം നോക്കുമ്പോഴും ദൈവങ്ങളെ ഏറ്റവും അടുത്ത് സഹകരിച്ച് ദൈവത്തിന്റെ ഹിതത്തിന് കീഴ്വഴി ജീവിച്ച വ്യക്തിയായിരുന്നു ഫിലിപ്പാവ്. നമുക്ക് ഫിലിപ്പാവിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഫിലിപ്പാവ് മുഖേന നമ്മുടെ ഈ കുടുംബത്തിന് മാത്രമല്ല നമ്മുടെ ഈ പ്രദേശത്തിന്, ഇടവയ്ക്ക്, നമ്മുടെ സമൂഹത്തിനൊക്കെ ലഭിച്ച നിരവധിയായ കൃപകൾ, അനുഗ്രഹങ്ങൾ, വികസനങ്ങൾ എല്ലാം ഓർത്തും ഞാൻ നന്ദി പറയാം. ഒപ്പം നല്ല കുടുംബനാഥൻ എന്ന നിലയിൽ മക്കളെ വളർത്തി വലുതാക്കി ഓരോ ജീവിതാന്തത്തിലേക്ക് അവരെ പ്രവേശിപ്പിച്ച് അവർക്ക് സന്തോഷമായി ജീവിക്കുന്ന കണ്ടുകൊണ്ട് നിർവൃതിയാണ് മരിക്കുവാനുള്ള ഭാഗ്യവും ദൈവം കൊടുക്കുകയുണ്ടായി. നമുക്ക് കിട്ടിയ കൃപകളെ ഓർത്ത് നന്ദി പറയുന്നതോടൊപ്പം നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. കാരണം മനുഷ്യൻ എന്ന നിലയിൽ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ദൈവത്തിന്റെ ഹിതത്തിന് അനുകൂലമായിട്ട് എന്തെങ്കിലുമൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവം അതെല്ലാം ക്ഷമിച്ച് കരുണയോടെ വീക്ഷിക്കുന്ന വ്യക്തിയാണ് നമുക്കറിയാം. അവിടുന്ന് നീതിമാനുമാണ്, കരുണാസമ്പന്നനുമാണ്. പക്ഷേ കർത്താവിന്റെ കാരുണ്യം നീതിയുടെ മേൽ വിജയം നേടുമെന്നാണല്ലോ തിരുവചനം പറഞ്ഞത്. കർത്താവിന്റെ ഈ പാപങ്ങൾ ഓർത്തിരുന്നാൽ ആർക്കാണ് രക്ഷ? കർത്താവിന്റെ പാപങ്ങൾ ഓർത്തിരിക്കുന്നില്ല, അവയെല്ലാം ആഴിയുടെ ആഴികളിലേക്ക് വലിച്ചെറിയുമെന്ന വികാപ്രവാചകന്റെ ഫലവും നമ്മുടെ മനസ്സിലുണ്ട്. ദൈവകരുണയായ തിരുവാവിനെ നമുക്ക് ഏൽപ്പിക്കാം. ഒരിക്കൽ കൂടി കുടുംബാംഗങ്ങൾക്ക് സ്നേഹത്തോടെ ഓർക്കുന്നു. ഒത്താഴ്ചയെയും സഹോദരങ്ങളെയും കുഞ്ഞുമക്കളെയും കുടുംബാംഗങ്ങളെയും ഓർക്കുന്നു. അപ്പച്ചന്റെ വേർപാട് ലഭിക്കുന്ന നിങ്ങൾക്ക് അവരെല്ലാവരെയും നമുക്ക് കൃത്യമായ അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുന്നു. അഭ്യർത്ഥനയാണ് നമ്മുടെ പിതാവ് എൻ്റെ ഔദ്യോഗിക നിർവഹണത്തിൽ എറണാകുളത്താണ്. അവിടെ പട്ടം കൊടുക്കലൊക്കെയാണ് അവിടെ പറ്റായിരിക്കുന്നത്. ഒപ്പം പിതാവിനെ വിളിച്ചിരുന്നു. എനിക്കിവിടെ ഉണ്ടാകേണ്ടതാണ്. പിതാവ് പഞ്ചാബിലാണ്. പ്രത്യേക ഒരു അനുശോചനം പറയണമെന്ന് പറയുന്ന രണ്ട് പിതാക്കന്മാരെ നമുക്കുള്ള അനുശോചനവും ഈ അവസരത്തിൽ പ്രത്യേക
ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പച്ചൻ്റെ വിനിയോഗം സ്വീകരിക്കാനുള്ള കരുത്ത്, വിശ്വാസം നല്ലവനായ ദൈവങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നു. ദൈവമാണല്ലോ നമ്മെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ദൈവങ്ങളിലേക്ക് തിരുപ്പാപ്പൻ കേൾപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം തിരുപ്പാപ്പന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ഈശോയെ, ജീവിതകാലത്ത് അങ്ങേക്ക് വേണ്ടിയും സമൂഹങ്ങൾക്ക് വേണ്ടിയും പള്ളിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടി നല്ല ജീവിതം അർപ്പിച്ച ഞങ്ങളുടെ തിരുപ്പാപ്പനെ അന്ന് സ്വീകരിക്കണം. നിത്യ സമ്മാനം നൽകി അനുഗ്രഹിക്കണം. കുറവുകളും പോരായ്മകളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിച്ച് അങ്ങയുടെ വലതുഭാഗത്തിരിക്കുവാൻ കഴിവുണ്ടാകണം. സകല വിശുദ്ധരെ തിരുപ്പാപ്പന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരുപ്പാപ്പനെയും ഒപ്പം കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും അച്ഛന്മാരെ, പ്രിയപ്പെട്ട വൈദികരെ, സമർപ്പിതരെ, നല്ലവരായ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, അഭിനന്ദനായ വരുത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അധികം തിരിപ്പിക്കാതെ നന്ദിയുടെ പ്രകാശനാക്കാമെന്ന് വിചാരിക്കുകയാണ്. ആദ്യം തന്നെ നല്ല ദൈവത്തിന് നന്ദി പറയുകയാണ്. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ 5 മക്കൾക്ക് ദൈവം തന്ന വലിയ സമ്മാനമാണ് നല്ല മാതാപിതാക്കൾ. അവരുടെ ജീവിതമാണ് ഞങ്ങളുടെ ഗുണപാഠം. അതുകൊണ്ട് തന്നെ നല്ല ദൈവത്തോട് ഞാൻ ആത്മാർത്ഥമായ നന്ദി അറിയിക്കുകയാണ്. അതിൽ തന്നെ ജോസഫ് അമ്പാനി പിതാവ് പല പ്രാവശ്യം എന്നെ വിളിച്ചിരുന്നു. പിതാവ് ഔദ്യോഗിക അപകടത്തിനിടയിലാണ്. പിതാവിന് വരാൻ പറ്റാത്തേറെ സങ്കടമുണ്ട്, ദുഃഖമുണ്ട് എന്ന് എനിക്കറിയാം. എങ്കിലും പിതാവ് എന്നെ ആശ്വസിപ്പിക്കുകയും എൻ്റെ കുടുംബത്തിന് അനുശോചനം അറിയിക്കുകയും ചെയ്തു. പലപ്പോഴും അഭിനയ പിതാവ് വീട്ടിൽ വന്നിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ പിതാവിനെ നന്ദിയോടെ സ്മരിക്കുകയും ഏറെ സ്നേഹിക്കപ്പെടുന്ന ഞങ്ങൾക്കാട് പിതാവ് എന്നാൽ പല പ്രാവശ്യം എന്നെ വിളിക്കുകയും എന്നെ ആശ്വസിപ്പിക്കുകയും പിതാവിൽ നിന്ന് 4:30 കണ്ണീർ കുർബാനയുണ്ട്, അത് ഒഴിവാക്കിക്കൊണ്ട് പിതാവ് തീർച്ചയായിട്ടും ഈ ക്രമത്തിൽ സഹകരിക്കണമെന്ന് എന്നോട് വാക്ക് പറയുകയും ചെയ്തു. പിതാവിന്റെ സവിശേഷത അവരുടെ വേദനയിൽ ഒപ്പു നിൽക്കുന്ന സ്വഭാവം. തീർച്ചയായിട്ടും പിതാവിന്റെ നല്ല വാക്കുകൾക്ക് ഞാൻ നന്ദി പറയുന്നു. പിതാവ് പലപ്പോഴും വീട്ടിൽ വരാറുണ്ട്, രാഷ്ട്രീയ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിതാവെ നന്ദി അറിയിക്കുകയും വലിയ പിതാവ് എന്നെ വിളിച്ചിരുന്നു, എൻ്റെ കുടുംബത്തെ ആശ്വസിപ്പിച്ചിരുന്നു. പിതാവിന് ഇവിടെ അയക്കാനായിരുന്നു ഇഷ്ടമെങ്കിലും പിതാവ് യാത്രയിലാണ്. പിതാവ് പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഒപ്പം പിതാവിന്റെ സാന്നിധ്യം പലപ്പോഴും എൻ്റെ വീട്ടിലുണ്ടായിട്ടുണ്ട്. നന്ദിയോടെ വലിയ പിതാവിനെ അനുസ്മരിക്കുകയാണ്. ഇന്ന് വീട്ടിൽ വരികയും ഓഫീസിൽ പ്രാർത്ഥിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട അഗസ്താമംഗൽ പിതാവ് ആനന്ദവാഴി രൂപതയുടെ സഹായകമാണ്. ആവശ്യപ്പെടാൻ തന്നെ ദീർഘദൂരം യാത്ര ചെയ്ത് വീട്ടിൽ വരികയും പ്രാർത്ഥിക്കുകയും അനുശോചനം അറിയിക്കുകയും ഞാൻ ആശ്വസിക്കുകയും ചെയ്ത അഗസ്റ്റ് പിതാവിന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി നന്ദി ഞാൻ അറിയിക്കട്ടെ. ഒപ്പം അതിരൂപതയിലെ ജന്മാക്ഷന്മാരായ മുഖമുന്നരശനെയും പാറാപ്പിടിച്ചനെയും നന്ദിയോടെ ഞാൻ അനുസ്മരിക്കുകയും അവരെന്നും എപ്പോഴും എനിക്ക് ഒരു പ്രോത്സാഹനമാണ്, ഉത്തേജനമാണ്. ചാതനാശുപത്രി കിടന്നപ്പോഴും അവർ എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്, ചേർത്ത് പിടിച്ചിട്ടുണ്ട്. നല്ല വാക്കുകൾക്ക് ആത്മാർത്ഥമായി നന്ദി അറിയിക്കട്ടെ. ഒപ്പം ചാൻസലർ ബിജു കുട്ടത്തൂന്നച്ഛനാണ് അവസാനമായി ചാച്ചന്റെ കൈവച്ച് പ്രാർത്ഥിച്ചത്. അതിനുള്ള ഭാഗ്യം അച്ഛന് കിട്ടി. തീർച്ചയായിട്ടും അച്ഛനെയും നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. ബിഷുബോസിനെയും സെമിനാരിയെയും സന്ദേശഭവന്റെയും സീഭാവിനെയും പ്രതീക്ഷയെയും എല്ലാ വൈദ്യരെയും ഒപ്പം അവിടെ സേവനം ചെയ്ത എല്ലാവരെയും ഈ നന്ദിയോടെ ഞാൻ അനുസ്മരിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിന്റെ കടപ്പാട് ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ അവസരം അറിയിക്കുകയും ചെയ്യുകയാണ്. ഒപ്പം തലശ്ശേരി അതിരൂപതയിലെ എല്ലാ ബോധന വികാരിച്ചന്മാരും വ്യക്തിപരമായി എന്നെ വിളിക്കുകയും അനുശോചനം അറിയിക്കുകയും ചെയ്തു. ഇപ്പോൾ ഏതാനും ബോധന വികാരിമാർ ഇവിടെയുണ്ട്. എനിക്കറിയാൻ വിശ്വാസം നടക്കുന്നുണ്ട്. പലർക്കും എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. എങ്കിലും ബോധന വികാരിമാർ ഇവിടെയുണ്ട്. എല്ലാ ബോധന വികാരിമാരെയും നന്ദിയോടെ അനുസ്മരിക്കുകയും
നമ്മുടെ അതിർത്തലശ്ശേരി എല്ലാ വൈദികരെയും ക്രിസ്ത്യൻസിനെയും സന്യാസ വൈദികരെയും ഒക്കെ നന്ദിയോടെ അനുസ്മരിക്കുകയും ഇന്ന് നമ്മൾ ഒത്തിരി വൈദികർ സിസ്റ്റേഴ്സ് വീട്ടിൽ വരികയും പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ ദുഃഖത്തിൽ സഹകരിക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ എല്ലാ വൈദികരെയും ഏറെ നന്ദിയോടെ ഞങ്ങളുടെ കുടുംബം അനുസ്മരിക്കുകയും നന്ദി ഈ അവസരത്തിൽ അറിയുകയും ചെയ്യുകയാണ്. ചാത്തൻ 3 ദിവസം ജോസ്പിറ്റി ഹോസ്പിറ്റലിൽ കിടന്ന് ആ സമയത്ത് അവിടെ ചാത്തനെ സ്നേഹിച്ച ഉദ്ദേശമുണ്ട്. അവിടെയുള്ള സിസ്റ്റേഴ്സ് നേഴ്സുമാർ നന്ദിയോടെ അനുസ്മരിക്കുക. എത്ര നന്ദി പറഞ്ഞാലും അധികമാകില്ല. കാരണം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവസരം അവിടെ എത്തിയപ്പോൾ ഒരു കുറവും വരാതെ സ്വന്തം അപ്പനെ നോക്കുന്നതിനേക്കാൾ അധികമായിട്ട് ജോസ്പിറ്റി ആശുപത്രിയിൽ എല്ലാവരും ചാത്തനെ വിസർജിച്ചു. ഞാൻ കാണാനുള്ള ആശുപത്രിയാണിപ്പോൾ എല്ലാവർക്കും കാണുന്ന അവസരങ്ങൾ ഒരുക്കിയിരുന്നു. ഈ അവസരത്തിൽ ജോസ്പിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ ബന്ധപ്പെട്ട അധികാരികൾക്കും ഞങ്ങളുടെ കുടുംബത്തിന്റെ നന്ദി ഈ അവസരം ഞാൻ അറിയിക്കുകയാണ്. ഒപ്പം ചാച്ചൻ മരിച്ച നിമിഷം മുതൽ രോഗക്കാര് ബന്ധുമിത്രാദികൾ ഒത്തിരി സ്നേഹത്തോടും കരുതലോടും കൂടിയാണ് ഇടപെട്ടത്. അവർക്ക് എന്ത് നന്ദി പറഞ്ഞാലും അധികമാവില്ല എന്ന് എനിക്കറിയാം. എങ്കിലും നന്ദി പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരിക്കലും മറക്കാനാവില്ല. അത്രമാത്രം വിലപ്പെട്ട ശുശ്രൂഷകളാണ് നിങ്ങൾ ചെയ്തത്. നന്ദിയോടെ അനുസ്മരിക്കട്ടെ. ഒപ്പം ഇടവകയുടെ കൈകാരന്മാര് പാരിഷ് സംഘങ്ങൾക്കും മതാധ്യാപകർക്കും ഒപ്പം വിവിധ സംഘടനാ പ്രവർത്തകർക്കും ഇടവകയിൽ മുഴുവൻ ഞാൻ നന്ദി അറിയിക്കുകയും എനിക്ക് തോന്നി 2 ദിവസങ്ങളായിട്ട് ഇടവകയിൽ മുഴുവൻ പേര് വീട്ടിൽ വരികയും ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുകാരാകുകയും ചെയ്തിട്ടുണ്ട്. നന്ദിയോടെ അനുസ്മരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് അപേക്ഷിക്കുകയും ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഇടവക വികാരിച്ച് അച്ഛനൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോകേണ്ടതായി വന്നതുകൊണ്ടാണ് ഇവിടെ ഇല്ലാത്തത്. എങ്കിലും ഇവിടെ ഇടവക വികാരിച്ചും സിസ്റ്റേഴ്സും എന്റെ കുടുംബത്തോട് കാണിക്കുന്ന വലിയ സ്നേഹത്തിനും കരുതലിനും ആത്മാർത്ഥമായ നന്ദി പരസ്യമായി ഞാൻ അറിയിക്കുകയാണ്. അച്ഛന്റെ അസാന്നിധ്യത്തിൽ ചാച്ചന് രോഗീകരണം കൊടുത്തത് ബഹുമാനപ്പെട്ട പ്രധാന വികാരി പൈസത്തിനാണ്. വളരെ സന്തോഷത്തോടെ അച്ഛൻ വരികയും ചാച്ചന് രോഗീകരണം കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതൊക്കെ എന്റെ മനസ്സിലുണ്ട്. കാരണം അത്രമാത്രം ചാച്ചനെ അച്ഛൻ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഉടനെ അച്ഛൻ വരികയും ഈ പ്രത്യേകിച്ച് അച്ഛന്റെ വികാരത്തിന്റെ അവസാനം ഒരു കുറവും വരാതെ എല്ലാം വളരെ കൃത്യമായി തന്നെ ക്രോഡീകരിച്ചു. അച്ഛൻ കുടുംബത്തിന്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ജനപ്രതിനിധികൾക്ക് പ്രത്യേകിച്ച് എംഎൽഎമാരായ സണ്ണി ജോസഫിനെയും സജീവ് ജോസഫിനെയും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റ് ജനപ്രതിനിധികളൊക്കെ ഇന്നലെയും ഇന്നുമായിട്ട് വീടുകൾ വന്നു. എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട സണ്ണി ജോസഫ് നൽകിയ അനുശോചന സന്ദേശത്തിനും ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കട്ടെ. വിവിധ ഇടവകളിൽ നിന്നും ഇവിടെ എത്തിയ ഒട്ടനവധി മക്കളുണ്ട്. ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന മാങ്കോൽ ഇടവകയിൽ നിന്നും ഉദയഗിരി ഇടവകയിൽ നിന്നും പരിയാരം, തലശ്ശേരി, പരത്താൻ, രണ്ടാംകടവ്, വെള്ളരിക്കുണ്ട്, കാഞ്ഞങ്ങാട് ഇടവകയിൽ നിന്നും ധാരാളം പേര് ഇന്നലെയും ഇന്നുമായിട്ട് ദീർഘദൂര യാത്ര ചെയ്തു വന്നു. അത് സൂചിപ്പിക്കുക നിങ്ങളുടെ നന്മയാണ് എന്ന് മാത്രമാണ് പറയാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ഈ ത്യാഗം ദൈവം കൂടുതലോടെ നടക്കട്ടെ എന്നും ആത്മാർത്ഥമായ കുടുംബത്തോട് നിങ്ങൾ കാണിച്ച സഹകരണത്തിന് ഏറ്റവും ആത്മാർത്ഥമായ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം പഠനക്കാട് ഇടവകയാണ് ഞങ്ങൾക്ക് വികാരിയായിട്ട് സേവനം ചെയ്യുകയാണ്. ഇന്നലെയും ഇന്നുമായിട്ട് പഠനക്കാരുടെ മുഴുവൻ പേര് ഇവിടെ വന്നിട്ടുണ്ട്. ദീർഘദൂര യാത്ര ചെയ്ത് അവര് എല്ലാവരും കോർഡിനേറ്റർ, കൈകാരന്മാര്, പാരിഷ് സംഘങ്ങള്, വിവിധ സംഘടനാ ഭാരവാഹികൾ, ഒപ്പം മതാധ്യാപകർ, സിസ്റ്റേഴ്സ്, ഇവർക്കൊക്കെ ധന്യമായ പ്രിയപ്പെട്ട പ്രിയക്ഷനും ചിരക്ഷനും കുറച്ച് അമ്മയിലേക്ക് കുറിച്ചതും എത്ര നന്ദി പറഞ്ഞാലും മറക്കാനാവില്ല. കാരണം അത്രമാത്രം നിങ്ങളെ സ്നേഹിച്ചു. ഞങ്ങളുടെ 1 വർഷം പോലും ആയില്ല എങ്കിലും നിങ്ങളുടെ വലിയ സ്നേഹത്തിലും കരുതലിനും ഈ ദിവസങ്ങളിൽ വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചാച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട പഠനക്കാരുടെ മുഴുവൻ പേർക്കും ജോലി ചെയ്യുന്ന സന്തോഷമൊക്കെ ഇവിടെ വരികയും ഈ ദുഃഖത്തിൽ സഹകരിക്കുകയും ചെയ്തു. കേശുവൈകാര്, അൾത്താൻ ശുശ്രൂഷകര്, തീരുമാന സംഘികര്, മാതൃവേദിക്കാര്, KKCC,
ഇപ്പോൾ എല്ലാ സംഘടനകളും ഇവിടെ വരികയും അനുശോചനം അറിയിക്കുകയും ചെയ്തു. നന്ദി അറിയിക്കട്ടെ. ലൈഫ് നൽകിയ എല്ലാവരെയും ഈ നന്ദിയോടെ ഞാൻ ഒരു കുറവുമില്ലാതെ മികവോടെ എല്ലാം ക്രമീകരിച്ചു. എല്ലാവർക്കും ഞാൻ മാത്രമാണ് അതുവഴിയാണ് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സൊക്കെ ദീർഘദൂര യാത്രകളൊക്കെ രാത്രി മുഴുവൻ സമയം പ്രാർത്ഥിച്ചവരാണ്. കുറേ സിസ്റ്റേഴ്സ് അത്ര നന്ദി പറഞ്ഞാലും അധികമാവില്ല. എനിക്ക് കൊണ്ട് സമയത്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് വീട്ടിൽ എൻ്റെ ചേച്ചിമാരായ വർഷമ്മ, അളിയൻ തോമസ് അളിയൻ, പിന്നെ രണ്ടാമത്തെ ചേച്ചിയും ജോസഫ് അളിയനും, ഒപ്പം അവരുടെ മക്കളും, അതിലുപരിയായിട്ട് ഞാൻ താക്കോസിനും ചേച്ചി ജെസ്സിയും മക്കളും ഏറ്റവും അധികം പ്രാർത്ഥനയെ ശുശ്രൂഷിക്കാൻ വീട്ടിലെ ഭാഗത്ത് ഭംഗിയ ജോസിനെയും സോണിയെയും ജെറിനെയും ഷെറിനെയും നന്ദി ഓർക്കുകയും ഞാൻ ഓർക്കുന്നു. അഭിമാനം പറയും എൻ്റെ ചാച്ചനെയാമയെ ഒരു കുറവുമില്ലാതെ അവർ നോക്കി നന്നായിട്ട് ഒരുക്കി അതിനാക്കി. തീർച്ചയായിട്ടും അവർക്ക് അതിനുള്ള ഉറപ്പ് ദൈവം പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി പറയുകയാണ്. എൻ്റെ ഒരു അച്ഛന്മാരുടെ ജോലിയിൽ പോയി ഉണ്ടാകുന്നുണ്ട്, കഴുത്ത് വെച്ചിട്ടുണ്ട്. അവരുടെ നന്ദിയോടെ ഞാൻ സ്മരിക്കുകയാണ്. പ്രിയപ്പെട്ട പഞ്ചായത്തിനെയും ദിവസത്തിനെയൊക്കെ ഓർക്കുന്നു. അത് തലശ്ശേരി വരികയും ചാന്ദ്ര കാണുകയും ചെയ്തവരാണ്. എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു. പിന്നെ പ്രധാന കാര്യം പ്രിയപ്പെട്ട സഹോദരി ഞാൻ ഓർക്കുന്നു. സഹോദരി വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാം ഭംഗിയാക്കി ചെയ്തു. അതുകൊണ്ട് ചാച്ചൻ സ്വർഗത്തിൽ ഇന്നു മുതൽ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയും കുർബാന അർപ്പിക്കുമ്പോൾ എൻ്റെ ഇടതുവശത്ത് എൻ്റെ വലതുവശത്തിന് മാർഗം സത്യം ഞാൻ ഏറ്റുപറയുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് വേണ്ടി നിന്നുകൊണ്ട് തുടർന്ന് നിങ്ങളിലേക്ക് പ്രവേശിക്കും. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയുന്നീശോർക്കും ജീവനും അതുപോൽ സകലവും അരുളേതാ. പുനരുദ്ധാനം
സങ്കല്പികളെ പ്രസാദം ചെയ്യാതെ ദൈവനിധിമാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിക്കുമാറാകട്ടെ. മരിച്ചവരെയും സർവഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്നെ അനുഗ്രഹിച്ചാലും മാധവമായ പ്രാർത്ഥിക്കാനും വിശുകാരുടെ ഈ ആലയത്തിന്റെ ഭാഗത്ത് നിർത്തുവാനാകട്ടെ. ജീവന പുസ്തകത്തെയും ഈ ആളുടെ പേരിടുകയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ആളെ ചേർക്കുകയും ചെയ്യുവാനാകട്ടെ. പോലെ ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യ പോലെ ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉത്ഥാന പ്രതീക്ഷ കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഞങ്ങളെ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളെ മരണവിധനാക്കുകയും വീണ്ടും ജീവിക്കുകയും ചെയ്യുന്നു. ഉത്ഥാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെ നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദൈവത്തിന്റെ ഭാഗങ്ങളിൽ ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസാവലിയെ സ്വീകരിക്കുകയും കുർബാനയിലെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ഉദാസങ്ങളെ ആത്മാവിൽ കൃപാവരം ചൊല്ലുകയും ചെയ്ത് പ്രിയപ്പെട്ട ദേവാലയമേ ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയമായ പുരോഹിതരെ ദൈവവചനങ്ങളായ ആത്മാവിന് പോഷണം നൽകി നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നടന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരരെ നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും ഉൾക്കൊടി പോലെ ജീവിതമിടയിൽ ഓട്ടോട്ടിനിയും നൈരാശ്യമോടെ വിലപിക്കരുതേ. അവനെ മരണത്തിലാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന അവരുടെ എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസയാലും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ ധൈര്യത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദൈവത്തിന്റെ രണ്ടാമത്തെ ആഗ്രഹം വരെ വിശ്രമം നൽകേണ്ട കവണ നീ പൗത്രീകരിക്കണമേ. ജീവന്റെ മനത്തിലെയും നാമനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവിനെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ ആളെ ആശ്വസിപ്പിക്കണമേ.
തന്നെ കടുക് തന്നെ മഞ്ഞിനേക്കാൾ വെള്ളമുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ജീവിതത്താൽ ഈ കബറിടം പൗത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശുവഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങി ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്നെ വലതു ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശ്വകുദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായസത്തകൾ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. നമ്മുടെ ദേവാലയത്തിനകത്ത് തന്നെയാണ് എല്ലാ ശുശ്രൂഷകളും പൂർത്തീകരിച്ചാണ് സെമിത്തേരിയിലേക്കുള്ള പ്രദക്ഷിണം ആരംഭിക്കുക. ഈ സമയത്ത് അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന സമയമാണ്. ദേവാലയത്തിനകത്തായിരിക്കുന്നവർ സാധുരായി സ്വസ്ഥാനങ്ങളിരിക്കുക. ദേവാലയത്തിന്റെ പുറത്തായിരിക്കുന്നവർ 2 ലൈനുകളായി വന്ന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ സമയത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുക. അതിനുശേഷം ദേവാലയത്തിലുള്ള അവസാന ഘട്ടത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കുക. ശേഷം നമുക്ക് അന്ത്യകർമ്മങ്ങളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം സെമിത്തേരിയിലേക്ക് പോയി അവരുടെ 2 ലൈനുകളായി വന്നത്. നല്ലവർക്ക് വലമ്പാകെ
മിന്നി വിളങ്ങും മുഖമൊരു കല്ലറ വിട്ടെഴുന്നേറ്റും മനുഷ്യന് ഭാഗ്യം. വലിയ നിനക്കായി ആദ്യം മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേട്ടു മനുഷ്യന് ഭാഗ്യം. കരയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമൊരു കല്ലറ വിട്ടെഴുന്നേറ്റും മനുഷ്യന് ഭാഗ്യം. വലിയ നിനക്കായി ആദ്യം മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേട്ടു മനുഷ്യന് ഭാഗ്യം. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകി കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പാപങ്ങൾ കഴുകി കളയണമേ. എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി. നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങളുടെ മുഖം തിരിച്ചു കളയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൃശ്യങ്ങൾ സകലം തീർത്തോനെ നാദ സകലേശ നിൻ സാദൃശ്യത്തിൽ തീർത്തോരെന്നുടമേ കൃപ നീ ചിന്തണമേ. ഹൃദയങ്ങൾ നീ പരിശോധിക്കുന്നു. സ്ഫുടമായ നിൻ മുമ്പിൽ കണ്ടു ഭുവനത്തിൽ തിന്മകളെല്ലാം നീ. പെരുകി പാപങ്ങൾ ഫലമായി പീഡകളും തിങ്ങി നിറഞ്ഞല്ലോ. കണ്ണീരുകൊണ്ട് കിടക്കെ ഞാൻ നനച്ചു. നാഥാ പാപിനിയ മറിയം വീഴ്ന്നീര് പാദം
അപ്പുറത്തേക്ക് പുറകെ
Thank you.